എന്തൊരു സോഫ്റ്റ് ആണ് ഗൈസ്. ഇറ്റ്സ് ഡെസേർട്ട് ടൈം. നമ്മുടെ ഇവിടെ മൂന്ന് ഡെസേർട്ട് ഉണ്ട്. ഏറ്റവും ആദ്യം എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡെസേർട്ട് രസഗുല്ല, അല്ലെങ്കിൽ ഇതിനെ പറയും റോസഗുല്ല. ഞാൻ എത്ര വലുതാണ് ഗൈസ് കിട്ടിയത്. എനിക്ക് ചേച്ചി എപ്പോഴും കൊണ്ടുത്തരായിരുന്നു. ഇത് കയ്യിലേ വരില്ല, ഭയങ്കര ഭാരം. എന്റെ സ്പൂൺ ഒടിഞ്ഞു. നമുക്ക് കൈ കൊണ്ട് തന്നെ ഞാൻ കഴിക്കാൻ പോണ ഏറ്റവും സോഫ്റ്റസ്റ്റ് ആയിട്ടുള്ള രസഗുല്ല ആയിരിക്കും കേട്ടോ. ഗൈസ് കഴിച്ചു. എങ്ങനെ കഴിച്ചു? എനിക്ക് ഇതിപ്പോ തന്നെ തിന്നാ കൊള്ളാന്നുണ്ട്, പക്ഷെ കൺട്രോൾ ചെയ്തേ പറ്റൂ. അത് വേറെ ഐറ്റം ഉണ്ട് നമുക്ക്, അതുകൊണ്ടാണ്. രസഗുല്ലയുടെ തന്നെ വേറെ ഒരാളാണ്, അതാണ് റസ്മലായി. രസഗുല്ല ഈ പഞ്ചാര വെള്ളത്തില് മുങ്ങി കിടക്കണതാണ്. റസ്മലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരമുള്ള കേസർ പാലുണ്ടാവും ഇതിനകത്ത്. അതേ സെയിം സാധനം, സ്പോഞ്ച് അത് തന്നെയാണ്. അത് ഇതിനകത്ത് മുങ്ങി റോയൽ ഫീല് വരുത്തുള്ളതാണ്. ഭയങ്കര ഇത് കൊടുക്കത്ത സോഫ്റ്റ് ഗൈസ്. ഞാൻ പതുക്കെ തൊട്ട് നോക്കി. നമുക്ക് പകുതി എടുക്കാം. കണ്ട ഗൈസ്, ഞാൻ എത്ര കൺട്രോൾ ചെയ്യണം എന്നെ. ഐ ആം പ്രൗഡ്. പുറത്തേക്കൊന്നും പോകല്ലേ, ഒടുക്കത്തെ വിലയാണ്. ആരും കഴിച്ചു. എന്തൊരു സോഫ്റ്റ് ആണോ. എന്തൊക്കെ പോയാലും പക്ഷെ എന്റെ രസഗുല്ല തന്നെ ഗൈസ് എനിക്ക് ഒന്നും കൂടി ഇഷ്ടം. രസഗുല്ല ആണ്. നെക്സ്റ്റ് വി ഹാവ് ഗാജർ കാ ഹൽവ. ഇപ്പുറത്തുനിന്ന് നെയ്യ് പോകും. ഞാൻ തണുപ്പ് തുടങ്ങിയ സമയത്തില്ലേ, നവംബറിൽ ഞങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിരുന്നു കേട്ടോ ഹൽവ. ഇനി ഇപ്പോഴാ കഴിക്കണം. എല്ലാരും കഴിച്ചു. കൊടുക്കത്ത നെയ്യപ്പോ മതി. അമ്മോ ചെകിടിക്കണം. അമ്മേ എനിക്ക് തലവേദന വന്നു ഗൈസ് പതുക്കെ. ഇത്രയും ദിവസം കഴിഞ്ഞ് ഷുഗർ കഴിച്ചിട്ട്. എൻ്റെ അമ്മോ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ഇതിന് മൂന്നെണ്ണത്തിന് ഞാൻ റേറ്റ് എങ്ങനെ ചെയ്യാന്ന് അറിയാമോ? ഫസ്റ്റ് നമ്പർ എൻ്റെ രസഗുല്ല റോസഗുല്ല, സെക്കൻഡ് നമ്പർ ഗാജർ കാ ഹൽവ, മൂന്നാമത്തെ നമ്പറാണ് റസ്മലായിട്ട. ഇത് സുഖമായിട്ട് എനിക്ക് കിടന്ന് ഉറങ്ങാം.